അപ്പോൾ ലാലേട്ടൻ്റെ കോളേജ് കണ്ടില്ലെന്ന് ആരും പറയില്ലേ. അപ്പം കോട്ടുള്ള നിക്കറിന് 999 വലിയ കോട്ട നമ്മളെ നിക്കറിനല്ല, അതിന് 100 രൂപയുള്ളൂ. കൊച്ചുപ്പും പക്കിയും സംഭവം. ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇത് പുതിയ ലുക്കിലാണ്. ഇതാ പുതിയ പെണ്ണും കൂടെ ഉണ്ട്. വിടടി ഗായ്സ്, നമ്മളെ യെല്ലോ ക്രൂസറാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ വിഗും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് ട്രിവാൻഡ്രത്ത് റെൻ്റ് എടുത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ആ ഒരു വിഗ് തിരിച്ച് കൊണ്ടെടുക്കാനായിട്ട് പോവേണ്ട, റെൻ്റ് പൈസയൊക്കെ നിന്ന് കൊടുത്ത് വിഗ് തിരിച്ച് കൊണ്ടെടുക്കാനായിട്ട് പോവേണ്ട. അപ്പോൾ നമ്മളെ യെല്ലോ ക്രൂസിൻ്റെ വീട്ടിൽ വന്ന് ഞാനും നൗഫാദും ഇവനെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ രണ്ടും ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ വാങ്ങണം. പിന്നെ അവിടെ കുറച്ച് കാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ ലുക്ക് എങ്ങനെ ഉണ്ട് ഗൈസ്? ചെറിയ ഇസ്തിരി പെട്ടിയാണൊക്കെ മുഖമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിഗ് എന്തിനാണ് ഉപയോഗിച്ചെന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ അറിയാൻ പറ്റും. നമ്മൾ അതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതറിയാം, അപ്പോഴറിയാം ഈ ഒരു വിഗ് എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഈ ലുക്ക് മാറ്റിയതാ, വേറെ ലുക്കായിരുന്നു. മേക്ക് ഓവർ ചെയ്ത് അവസാനം ഈ ലുക്ക് ആക്കി കേട്ടോ. ഇനിയിപ്പോൾ ഈ ലുക്കിൽ എന്തെങ്കിലും റീൽസ് ഒപ്പിക്കാം നമുക്ക്. എന്തായാലും മേൽപ്പാലം വരുമ്പോഴും റോഡിൻ്റെ വീതിയെ കൂട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ. പിന്നെ ട്രിവാൻഡ്രം എന്നാണ്. ഹായ് എങ്ങോട്ടാണ്? നമ്മൾ ട്രിവാൻഡ്രം വരാം. നിങ്ങളെവിടെ പോണ്? ഓക്കെ പോട്ടാ. നമ്മൾ 2 സബ്സ്ക്രൈബ് വെച്ചാൽ വരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുപിട്ടി. ഓക്കെ, അപ്പം എന്തായാലും എന്താണ് റോഡിൻ്റെ വീതിയെ കൂട്ടാൻ നേരത്തും മേൽപ്പാലമൊക്കെ വരാൻ നേരത്ത് ട്രിവാൻഡ്രം പിന്നെ വേറെ ലെവലായിരിക്കും ഗായ്സ്. അടിപൊളിയായിരിക്കും. MG കോളേജിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ കയറി ഒരു ഗുളിക വാങ്ങിക്കണം വീട്ടിലത്തേക്ക്. അത് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിഗൊക്കെ കൊടുക്കാനായിട്ട് പോകത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ കറങ്ങി അടിച്ചൊക്കെ നടക്കണം. അതാണ് പരിപാടി ഗൈസ്. ഓക്കെ, അപ്പോൾ പോവാം അങ്ങോട്ട്. ഇപ്പോൾ ഗുളികയൊക്കെ വാങ്ങിച്ചത് ഇവിടെ ഇറങ്ങി കേട്ടോ. വഴി കുറച്ച് തെറ്റിപ്പോയായിരുന്നു. നമ്മൾ കുറേ ഏകദേശം ഒരു 40 കിലോമീറ്റർ നമ്മൾ കറങ്ങിപ്പോയേട്ടാ. ലൊക്കേഷൻ നമ്മൾ ചതിച്ചു. നമ്മൾ ഫോൺ നോക്കിയാണ് വന്നത്. അപ്പോൾ ഈ ബേക്കിൽ കാണുന്നതാണ് നമ്മളെ മഹാരാജാസ് കോളേജ് കേട്ടോ. നമ്മുടെ ലാലേട്ടനൊക്കെ പഠിച്ച കോളേജാണ്. ഇതിൻ്റെ എൻട്രൻസ് അപ്പുറത്താണ്. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം. നമുക്ക് അകത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയാലോ? കോളേജിൻ്റെ അകത്തോട്ട് ആണ് നമ്മുടെ ആ ഒരു കോളേജിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. അകത്തോട്ട് കയറാൻ പെർമിഷനൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറാൻ പറ്റും ബൈക്കും കൊണ്ട് തന്നെയല്ലേ? ഓ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോകാല്ലേ? നമ്മളിവിടുത്തെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ കോളേജിൽ കയറാൻ ഭാഗ്യം കിട്ടി. ഏറ്റവും മുകളിൽ കാണുന്നതാണ് നമ്മുടെ കോളേജ്. എൻ്റെ ചേട്ടനും ഇവിടെയാണ് പഠിച്ചത്. പിന്നെ നമ്മുടെ ലാലേട്ടനും ഇവിടെയാണ് പഠിച്ചത്. ബാസ്കറ്റ് ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. മൊത്തം കാട് പിടിച്ച് നശിച്ചു പോയി. ഇപ്പോൾ ആരും കളിക്കുന്നില്ല തോന്നുന്നു ഇതൊക്കെ. കോളേജിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്രൗണ്ട് ഫോണിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കോളേജിൻ്റെ ഫ്രണ്ട് അവിടെ കുറേ പയ്യന്മാരൊക്കെ നിൽക്കുന്നു. പയ്യന്മാരൊക്കെ ഇനി സീനാക്കോ എന്തോ. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ്റെ കോളേജ് കണ്ടില്ലെന്ന് ആരും പറയില്ലേ. അപ്പം അത് കാണിക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയാണ് കേട്ടോ. ഇപ്പോൾ അറിയാൻ ഏത് കോളേജ് അതുകൊണ്ട് കാണിച്ചു കൊടുക്കാം. കോളേജ് പൂട്ടി നിർത്തിയല്ലേ? പൂട്ടിച്ച് പോയാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി വാങ്ങാനൊക്കെ പാവപ്പെട്ടവൻ തുറന്നൊക്കെ തന്നു കേട്ടോ നമുക്ക് അകത്ത് ഇറങ്ങാനായിട്ട്. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. നമ്മളിവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണെന്ന് വെച്ചാണ് തുറന്നു തന്നത്. ഞാനിപ്പോൾ മീശ എടുത്തോണ്ട് ചിലപ്പോൾ പറയുമായിരിക്കും. ഫുഡ് കറക്കുമായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം വിഗും കൂടെ കൊടുത്തിട്ട് എവിടെയും കയറി ഫുഡൊക്കെ ജസ്റ്റ് ഒന്ന് ലൈറ്റിന് കഴിക്കണം. ഓക്കെ, എന്നാണ് നമ്മൾ വിഗ് എടുത്തത്. നമുക്ക് അകത്ത് കയറിയിട്ട് വിഗൊക്കെ തിരിച്ചുകൊണ്ട് കൊടുക്കാം. പിന്നെ ഫുള്ള് സാധനങ്ങളാ കണ്ടോ. അയ്യോ, ക്യാമറ ഫ്ലിക്ക് അടിക്കുന്നല്ലോ. ഇല്ല ആ പാട് എന്താണെന്ന് അറിയാമോ? പേരറിയില്ലല്ലോ. നൗഫാദിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗായകനുണ്ട് കേട്ടാ. നൗഫാദിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗായകനെ. നമ്മളിപ്പോൾ അടുത്തത് പോകുന്നത് ഡെക്കാത്ലോണിലേക്കാണ് കേട്ടോ ഇവിടെ ഉള്ള. അപ്പം അവിടെ നിന്ന് ഒരു ചെറിയൊരു ബാഗ് നൗഫാദിന് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. പിന്നെ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാണുമെങ്കിൽ ഞാനും ചിലപ്പോൾ എടുത്തെന്ന് വരും. അപ്പോൾ നമ്മളിതാ ഡെക്കാത്ലോണിൻ്റെ
അടിയടിച്ച് ഡെക്കാത്തലോണിൻ്റെ താഴെയുള്ള ആ ഒരു പാർക്കിങ്ങിലോട്ട് പോവാണ് കേട്ടോ. എന്ന് ഇടയ്ക്ക് നടന്നു വരാം. അവിടെ കിടന്ന് സർക്കസ് കാണിക്കണേ. നമ്മളെ ഡെക്കാത്തലോണിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന ഒരു നിക്കറിന്റെ വില ഓട്ടമുള്ള നിക്കറിന് 999 വലിയ ഓട്ടം നമ്മളെ നിക്കറിന് 100 രൂപയുള്ളൂ. അത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ട് മറച്ചു വയ്ക്കായിരുന്നു. 500 നമ്മൾ ഇതിനെക്കാളും വലിയ ഓട്ടയും നല്ല എയർ കണ്ടീഷനൊക്കെ ഉള്ള നിക്കറുകളാണ്. അത് ഇട്ടുകൊണ്ട് കിടക്കണം. നമുക്ക് ഇത്ര ജാടയില്ലല്ലേ? ചുമ്മാ ജാട വയ്യാണ്. 999 മീൻ പിടിക്കാനുള്ളതായിരിക്കും. വേറെ ഒരു ചെട്ടി കിടക്കും 299 രൂപ. അത് ഇട്ടാലിടാത്ത പോലെ കലാഭവൻ അല്ലെങ്കിൽ കാവാലം ചട്ടികൾ. അടുത്ത സാധനങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. വെറൈറ്റി ടെൻറ്റ് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ കാണാത്ത സംഭവങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ബാഗിൻ്റെയും കുറച്ച് കിടിലം കളക്ഷൻസ് വന്ന് എളുപ്പമുണ്ട്. ഇത്ര 1999 രൂപ റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇവിടുത്തെ ക്വാളിറ്റിയും പക്ക് ചെയ്യുന്നു സംഭവം. കുറച്ച് വെറൈറ്റി ബാഗുകളൊക്കെ വന്ന് എളുപ്പമുണ്ട്. എന്താ കുറച്ച് ട്രാവലിങ്ങൊക്കെ പോകാൻ പറ്റിയ ബാഗ്. എന്തുവാ ക്ലിപ്പ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 129 രൂപ ബാഗിൻ്റെ ക്ലിപ്പ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതെന്താ വാങ്ങിക്കാം? ടെൻറ്റ് തന്നെ കേട്ടോ. പുതിയ ഷേപ്പിലാണ് ഈ ഒരു ടെൻറ്റ്. അടിയിൽ ഫുള്ള് ടെൻറ്റ് കിടക്കാം. ഈ സെയിം ടെൻറ്റ് എൻ്റെ ഇരിക്കുന്ന ഈ കാണുന്ന ടെൻറ്റ്. ഒരു ട്രാവലിങ്ങിന് പോകാൻ പറ്റിയ എല്ലാ സാധനവും എന്ന് വെച്ചാൽ ഒടിച്ച് മടക്കി യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനവും ഇവിടെ എടുത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ചെയർ, കുഞ്ഞ് സ്റ്റൂള് കണക്കത്തെ അതിൻ്റെയൊക്കെ തുണിയിൽ മെറ്റീരിയൽ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. കുറച്ചും കൂടെ വലിയ ഒരു ചെയർ ആക്കിക്കൊടുക്കുക. പൂമ്പാറ്റ കൊച്ചു പൂമ്പാറ്റ. ഓക്കെ ഇപ്പോൾ ഇത്രയും കറങ്ങിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നിക്കറാണ് കേട്ടോ. ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് നിക്കർ എടുത്ത് ഇതിൻ്റെ റേറ്റ് 359. നൗഫാദ് പിന്നെ ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 199 രൂപയാണ് കേട്ടോ. കിട്ടില്ല ബാഗാണ്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടാണ് ഇവിടെ കയറി എടുത്തത്. ഞാൻ കണ്ടത് നേരത്തെ. അപ്പോൾ നമ്മൾ നിക്കറും നമ്മളെ ബാഗൊക്കെ എടുത്തിട്ട് നമ്മളടുത്തത് ലുലു മാളിലോട്ട് വരെയാണ് കേട്ടോ. ലുലു മാളിലോട്ട് വന്നു. ഇതാ അതിൻ്റെ എൻട്രൻസിലോട്ട് കടന്ന് വണ്ടിയെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അകത്ത് കയറി കുറച്ച് കുത്തി മറിയാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞോണം മാൾ ചെന്നപ്പോഴേ നമ്മൾ വിചാരിച്ചൊരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് മറ്റേ ജമ്പ് അടിക്കുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് അതിൽ കയറി ഇങ്ങനെ ഒരു എന്താണ് സർക്കിൾ അടിക്കുക, ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് മറിയുമല്ലോ, 2 ചാട്ടമൊക്കെ ചാടുമല്ലോ. അത് നമ്മുടെ സാധാരണ ബീച്ചിലേക്ക് ഇട്ട് ചാടിയാൽ നടുവൊക്കെ ഓടിയും പെടലേക്ക് ഉളുക്കും. അപ്പോൾ അത് ജമ്പ് അടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന. നോക്കാം എങ്ങനെയാണ് അതിൻ്റെ എന്താണ് പ്രൈസും കാര്യങ്ങൾ, അവിടെ കയറാനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അകത്തോട് ചെന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കുതിച്ച് മറിയാനായിട്ട് ഒരു മോൺസ്റ്റർ അങ്ങ് വാങ്ങിച്ചേട്ടാ. ഒന്ന് നോക്കിയാൽ ഇനിയിപ്പോൾ പറന്ന് നിൽക്കും. മോൺസ്റ്റർ മോൺസ്റ്റർ ആ മോൺസ്റ്റർ നമ്മൾ തൂക്കിട്ടോ 110 രൂപ ഈ സാധനത്തിന്. പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം. റെഡ് ബുള്ളിനെക്കാട്ടി ടേസ്റ്റ് ഇതിനാണ് കൂടുതൽ. പക്ഷേ റെഡ് ബുള്ളാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. കറക്റ്റ് അറിയത്തില്ല. എന്നാലും ഒരു വലിയ വ്യത്യാസം തോന്നുന്നില്ല. ചുമ്മാ കുടിക്കാൻ അത്രേ ഉള്ളൂ കേട്ടോ. വല്ല ആക്ടിവിറ്റി ചെയ്താലേ നമുക്ക് കറക്റ്റ് ഇതിൻ്റെയൊക്കെ എന്താണ് റിസൾട്ട് കറക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അല്ല ഇതും കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിയൊന്നും അറിയത്തില്ല അല്ലേ. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ കുതിച്ച് മറിയാൻ പോട്ടപ്പം ആണ്. അപ്പോൾ ആ ജമ്പ് അടിക്കാനുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ഒരാൾക്ക് 300 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ആ 300 രൂപ ഒരാൾക്ക്, അതായത് 2 രൂപ 600 രൂപ. 300 രൂപയെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കയറണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കടലിൽ പോയി ചാടിയാൽ അതാകുമ്പോൾ ഒന്നും ആവില്ലല്ലേ, ആലോചിച്ചോണ്ട് നിൽക്കുകയാണ്. ജമ്പ് അടിക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ ഒടുക്കത്തെ റേറ്റ് എന്ന് വെച്ചാൽ 600 രൂപ ആ ടിക്കറ്റിൻ്റെ റേറ്റ്. അതിനുശേഷം ഷോക്സ് വാങ്ങണം, അവിടുത്തെ ഷോക്സ് തന്നെ വാങ്ങണം. ആ ഷോക്സിന് ഏകദേശം ഒരാൾക്ക് 250 രൂപ. 2 ഷോക്സ് വാങ്ങണം. അങ്ങനെ 2 പേരും കൂടെ ആകുമ്പോൾ അതും കുറച്ച് 500 രൂപയാവും. കുറച്ച് പൈസ അങ്ങോട്ടാണ് റേറ്റാണ്. അപ്പം അങ്ങനെ പൈസ കുറേ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജമ്പ് അടിക്കാൻ നിന്നല്ല ഗൈസ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കറങ്ങി നമ്മളെ കുറച്ച് സബ്സ്ക്രൈബർ മച്ചന്മാരെയൊക്കെ കണ്ട് സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ നമ്മളിതാ തിരിച്ച് യാത്ര ആവുകയാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നിർത്തിയൊന്ന്
കഴിക്കട്ടെ. ഇപ്പം നമ്മൾ അവിടെ നേരെ പാറ്റങ്ങി വന്നു. അപ്പം നമ്മൾ ഷവർമ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ 3 ഷവർമ. 3 ഷവർമ കഴിക്കാനായിട്ടുണ്ട്. നമ്മളുണ്ട് മാത്രമല്ല വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ട് കാശ്. നമ്മൾ വരുമ്പോൾ സ്വിഗ്ഗിയിലൊക്കെ ഓടാനായിട്ട് ഇവിടെ നിൽക്കാനുണ്ട്. കഷ്ടകാലത്തിന് ഇവൻ്റെ മുമ്പ് ഒന്ന് ചാടി കൊടുത്ത് പിന്നെ അവനെയും കൂടെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു കേട്ടോ. ഇനിയിപ്പോൾ അവനോട് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ വരുന്നേയും വിളിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഷവർമ അതിൽ പറഞ്ഞത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഷവർമ കഴിക്കാന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അതാ എത്ര നേരം ഞാൻ ചോദിച്ചു എന്തിനാണോ അപ്പോൾ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ കാഴ്ച ഇപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പോൾ ഷവർമ അടിക്കുന്നതൊക്കെ ആയിട്ട് ഒന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. അതിനൊരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ള ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ അടുത്ത വീഡിയോ മാസ് വീഡിയോ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് ലുക്കിൻ്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. നമ്മൾ വരുമ്പോഴൊക്കെ ഉറക്കം ഒഴുകി നിന്ന വീഡിയോ ആയിട്ടാണ്. വല്ലാത്ത വീഡിയോ. രാവിലെ 8 മണി പിറ്റേന്ന് വെളുപ്പാങ്കാലം ബ്രോയുടെ എതിരാളികളാണ് ഒരാൾ. അതാരാണോ എന്തോ അടുത്ത ആളാണോ എന്തോ എന്തായാലും നമുക്ക് നോക്കാം. വെളുപ്പാങ്കാലം 5 മണി വരെ നമ്മളിരുന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും എഡിറ്റ് ചെയ്യാൻ കുറേ ടാസ്ക് ഉണ്ട്. അതാണ് വീഡിയോ വരെ ലേറ്റാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ചെയ്തത്. ആ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നാമ്പറ കാഴ്ചകൾ വ്ളോഗായിട്ട് വരുന്നുണ്ട്. മെയിൻ വീഡിയോ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യുക. നോഫാൻ്റെയും എൻ്റെയും എനിക്ക് വരുന്നതിനും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോയിൽ ഗൈസ്. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും